ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ബാംഗ്ലൂരിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലെത്തുവാനും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇവിടെയുള്ള ദൈവജനത്തോടൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്തനാമത്തിൽ നന്ദി അറിയിക്കുന്നു. റോമാലേഖനം 9 അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരം, സോവർണിറ്റി, അതുപോലെ തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ രീതി, അത് തൻ്റെ പരമാധികാരത്തിൽ നിന്നാണ് ദൈവം ചെയ്യുന്നത്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല. 10 അധ്യായത്തിലോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമിലെ വിശ്വാസികളെ വിളിക്കുന്നു സഹോദരന്മാരെ. ആ വിധത്തിലൊരു അഭേദ്യമായ ബന്ധം അപ്പോസ്തലനായ പൗലോസിന് ആ സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്നു. താൻ റോമിൽ പോയിട്ടില്ല, അവരെ ആരെയും മുഖാമുഖം കണ്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ സഹോദരനും സഹോദരിയും എൻ്റെ സഹോദരനാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പലരെയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലകളാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് കൂടി സ്വർഗത്തിലായിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അല്ലയോ റോമിലെ സഹോദരന്മാരെ, എന്നിട്ട് പറയുന്നു, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ആരാണ്? ഇസ്രയേൽ മക്കൾ. ഇസ്രയേൽ മക്കൾ രക്ഷിക്കപ്പെടണം. താൻ ഏത് കുലത്തിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഏത് സമുദായത്തിൽ നിന്നാണോ വന്നത്, ആ ജനം രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നല്ലോ ഇസ്രയേൽ ജനം. അപ്പോസ്തലനായ പൗലോസും ഒരു ഇസ്രയേലിയനായിരുന്നു. അപ്പോൾ തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ രക്ഷിക്കപ്പെടണം. ഇന്ന് രാവിലെ എൻ്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിലും ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. നാമധേയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ നിത്യതയിലുണ്ടാകുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു വാക്ക് ഞങ്ങൾ പറയുമ്പോൾ പലരും പരിഹാസത്തോടു കൂടിയാണ് അത് കേൾക്കുന്നത്. ഓ, രക്ഷിക്കപ്പെട്ടവർ, ഇവർ മാത്രമല്ലേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ഇവർ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നും അവകാശവാദം പറയുന്നില്ല. എന്നാൽ ഒരു സത്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവിനെ വാ കൊണ്ട് കർത്താവെന്ന് ഏറ്റുപറയുകയും അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും, എന്താണ് വിശ്വസിക്കേണ്ടത്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ തീർച്ചയായും രക്ഷിക്കപ്പെടും. ഇത് വാ കൊണ്ട് ഏറ്റുപറയേണ്ട, അല്ലെങ്കിൽ ഒരു അധരചർവണം പോലെ പറയേണ്ട കാര്യമല്ല. ഹൃദയത്തിൽ ആ മാറ്റമുണ്ടാകണം. യേശുക്രിസ്തു മാത്രമാണ് ഏകസത്യ ദൈവമെന്ന് അംഗീകരിക്കണം. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു അല്ലാതെ വേറൊരു നാമമില്ല എന്നും അവൻ മാത്രമാണ് ഏകസത്യ ദൈവമെന്നും വിശ്വസിക്കണം. ഞാൻ പാപത്തിൽ ജനിച്ചവനാണ്, പാപത്തിൽ ജീവിക്കുന്ന നരകത്തിലേക്ക് പോകുന്നവനാണ്. ഏതെല്ലാം ആത്മീയ കാര്യങ്ങൾ ചെയ്താലും ഞാൻ നരകത്തിൻ്റെ അവകാശിയാണ്. എന്നാൽ എൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു എൻ്റെ പാപം ഏറ്റെടുത്ത് എൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചതിനാൽ യേശുക്രിസ്തുവിന്റെ മരണം എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഇന്നെനിക്ക് നിത്യരക്ഷയും ആത്മരക്ഷയും നൽകിയിരിക്കുന്നു. ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ തീർച്ചയായും ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു മകനും മകളുമായി തീരും. അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടണം. അതെൻ്റെ ഹൃദയവാഞ്ഛ, ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തോടുള്ള യാചനയാണ്. കഴിഞ്ഞ 35 വർഷങ്ങളായി എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരാത്മീയ വിഷയങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനായിരുന്ന സമുദായത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ആത്മീയമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ വ്യക്തിപരമായ അനുഭവമില്ലാതെ ആരും നിത്യതയുടെ കവാടത്തിലേക്ക് കടന്നു പോകത്തില്ല.
അതുകൊണ്ട് എൻ്റെ ഈ ഹൃദയവാഞ്ചന അപ്പോസ്തലനായ പൗലോസിനോട് ബന്ധത്തിൽ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ആരും നശിച്ചു പോകരുത്. എല്ലാവരും കർത്താവിനെ അറിയണം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തെ നിങ്ങൾ അംഗീകരിക്കണം. യേശുക്രിസ്തുവാണ് ഏകരക്ഷിതാവെന്ന് അംഗീകരിക്കണം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനവും അരുളി ചെയ്ത കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അത് ഏത് വലിയ മനുഷ്യനാണെങ്കിലും ചെറിയ മനുഷ്യനാണെങ്കിലും യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഈ രക്ഷ സ്വായത്തമാകുകയുള്ളൂ. എന്നെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ സത്യം മനസ്സിലാക്കണം. സത്യം മനസ്സിലാക്കി കർത്താവിന്റെ മക്കളായി തീരുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗം, ദൈവത്തിന്റെ നീതിയെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നീതിമാനാകും എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെയാണ് പിശാച് വലിയ പരാജയം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളുടെ ആ ചിന്താഗതിയുള്ള ദൈവനീതി എല്ലാ വേദപുസ്തകവും പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ നീതി എന്താണോ ആ നീതി അംഗീകരിക്കുക, ദൈവത്തെ അംഗീകരിക്കുക. കേൾവിക്കാരായ ഓരോരുത്തരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. ഇന്നൊരു പ്രഭാതം കൂടി കാണുവാനിടയാക്കിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെ ക്ഷമിക്കണമേ കർത്താവേ. ഇന്നത്തെ ദിവസം നിനക്ക് ഹിതകരമായി മാത്രം ജീവിക്കുവാൻ നീ സഹായിക്കണം. സകലമാനവും മഹത്വവും കർത്താവേ നിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.